ടു മൈ ചാനൽ. ഞാൻ നേരത്തെ പറഞ്ഞ 9 റിയൽ ലക്ഷറീസിലെ മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഫ്രീഡം ടു ചൂസ്. നമ്മുടെ ജീവിതത്തിലെ ഗ്രേറ്റസ്റ്റ് ലക്ഷറീസിൽ ഒന്നാണ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. നമ്മൾ എന്ത് ധരിക്കണം, എവിടെ പോകുന്നു എന്ന് മാത്രമല്ല, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, എന്തിനെ വാല്യൂ ചെയ്യുന്നു, എന്തിനെ ചേർത്ത് പിടിക്കുന്നു, എന്തിൽ നിന്ന് നാം അകന്നു പോകണം, എന്തിന് സമ്മതം മൂടണം, എന്തിന് നോ പറയണം, ഇതെല്ലാം നമ്മുടെ ചോയ്സ് തന്നെയാണ്. ഫ്രീഡം ടു ചൂസ് എന്നാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നല്ല, മറിച്ച് നമ്മൾ സ്വയം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് സമാധാനമായി തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. എൻ്റെ ജീവിതത്തിലും പല ചോയ്സസ് ഉണ്ടായിട്ടുണ്ട്, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തവ. പക്ഷെ അതെല്ലാം എൻ്റെ മാത്രമായിരുന്നു. ആ ഓണർഷിപ്പ്, ആ റെസ്പോൺസിബിലിറ്റി, ദാറ്റ്സ് വാട്ട് ഗേവ് മീ പീസ്. ഫ്രീഡം ടു ചൂസ് ഈസ് ഓൾവേസ് വിത്തിൻ യുവർ റീച്ച്. ദാറ്റ്സ് യുവർ റിയൽ ലക്ഷറി. ഓൺ ഇറ്റ്. ഇനി നമുക്ക് ഇന്നത്തെ ഡിഷിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഒരു പാൽ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു. ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നു. പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം പഞ്ചസാര ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കുന്നു. ഞാനിവിടെ സ്റ്റീമറിൻ്റെ മുകളിലത്തെ തൊട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് ഷുഗറും കോക്കനട്ടും കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നതെന്ന് അല്പം ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഈ പുട്ടുമാവ് ഇട്ട് കൊടുക്കാം. ഹാഫ് പുട്ടുമാവ് ഇട്ടതിന് ശേഷം വീണ്ടും ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ള മാവും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇനി മുകളിലും വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുന്നു. ഞാൻ സ്റ്റീമറിൻ്റെ താഴത്തെ തട്ടിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിച്ചിട്ട് 15 മിനിറ്റായി. പുട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം 15 മിനിറ്റ് എടുത്തത് വേവാനായിട്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. പാൽപുട്ട് റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. ഞാൻ വീണ്ടും അടുത്ത ആഴ്ച വേറെ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ ബൈ.